ഒന്നിനു പിറകെ ഒന്നായി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇരുട്ടടിയാവുന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്നു. നിരക്ക് വർധന അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണ് എന്നും പറഞ്ഞു. അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം കാരണം പൊറുതിമുട്ടിയ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണ് എന്നും പ്രത്യേക താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണ് എന്നുമാണ് വൈദ്യുതി മന്ത്രി പറഞ്ഞിരിക്കുന്നത്. വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പ്രതിസന്ധിയിലാണ്. ഇത് മറികടക്കുന്നതിന് വേണ്ടിയാണ് സമ്മർ താരിഫ് പരിഗണിക്കുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ്. അതുകൊണ്ട് വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണ്. നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് KSEBക്ക് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കും. സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും. ഉപഭോക്താക്കൾക്ക് പോരലേക്കാതെയായിരിക്കും നിരക്ക് വർധനവ് ഉണ്ടാവുക. സമ്മർ താരിഫ് കൊണ്ടുവരുന്നതും ആലോചനയിലുണ്ട് എന്നുമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതേസമയം പുതിയ വൈദ്യുതി താരിഫ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. യൂണിറ്റിന് ശരാശരി 34 പൈസയെങ്കിലും കൂട്ടണമെന്നാണ് KSEB ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാസത്തിൽ 1950 കോടിയുടെ വരവും 1750 കോടി ചെലവുമുണ്ട് എന്നാണ് KSEBയുടെ കണക്ക്. പുറമേ നിന്ന് വൈദ്യുതി വാങ്ങാൻ മാത്രം 900 കോടി വേണം. വായ്പാ തിരിച്ചടവിന് 300 കോടിയും കണ്ടെത്തണം. പ്രതിവർഷം 2000 കോടിയിലേറെ രൂപയുടെ നഷ്ടം നേരിടുമെന്നാണ് ബോർഡ് പറയുന്നത്. എന്നാൽ ഈ വർഷം 1370.09 കോടിയുടെയും അടുത്ത വർഷം 1108.03 കോടിയുടെയും 2026-27 1065.95 കോടിയുടെയും നഷ്ടമുണ്ടാകുമെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ കണക്കുകൂട്ടൽ. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും താരിഫ് പരിഷ്കരണം. KSEB പറയുന്നത് പോലെ നിരക്ക് കൂട്ടിയാൽ ഈ വർഷം 812.16 കോടിയും അടുത്ത വർഷം 1399.93 കോടിയും 2026-27 1522.92 കോടിയും കൂടുതൽ വരുമാനമുണ്ടാകും. വേനൽക്കാല താരിഫ് കൂടി അംഗീകരിച്ചാൽ ഈ വർഷം 111.08 കോടിയും അടുത്ത വർഷം 233 കോടിയും 2026-27 349 കോടിയും അധിക വരുമാനം കിട്ടും.